ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറണിക്കാവ് 4ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് S. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം B. രാജലക്ഷ്മി അവാർഡ് ദാനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണിക്കാവ് 4ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വാർഡിലെ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു. വാർഡ് പ്രസിഡന്റ് S. വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം വായിക്കണം, ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം എന്താണെന്ന് പഠിക്കണം, അമേരിക്കയുടെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കണം, ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കണം, ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്രീയം പഠിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ പരിണിതഫലമായി സമ്പദ്ഘടനയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, കേരളത്തിലെ ബജറ്റിൻ്റെ പ്രത്യാഘാതങ്ങൾ, ദേശീയ തലത്തിലുള്ള സമ്പദ്ഘടനയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പേര് മാറ്റിയത് എന്തുകൊണ്ട് പേര് മാറ്റി, ആ പദ്ധതിക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ട, വർഗീസ് സാർ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കല്ല ചർച്ച ചെയ്യുന്നത്. നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ UDF ജയിച്ചത് എന്തുകൊണ്ട്, LDF എന്തുകൊണ്ട് പരാജയപ്പെട്ടു, UDF ജയിക്കാനിടയായ ഘടകങ്ങൾ എന്ത്, UDF ഗവൺമെൻറ് വന്നതിൻ്റെ പ്രത്യാഘാതം എന്ത്, ഇങ്ങനെയുള്ള നിരന്തരമായ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീം നിങ്ങൾ മിടുക്കരാകും. KPCC ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം B. രാജലക്ഷ്മി അവാർഡ് ദാനം നിർവഹിച്ചു. ഈ പ്രദേശത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഈ പ്രദേശം ഒരുപക്ഷെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചു, ശ്രീ ജോൺസൺ എബ്രഹാം സൂചിപ്പിക്കുകയുണ്ടായി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ നിരവധി വ്യക്തികളെ വളർത്തിയെടുത്ത് നാടിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗ്രാമമാണ് ഭരണിക്കാവ് എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഇന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സാധാരണക്കാരായ മക്കളുടെ അംഗീകരിക്കുവാനും അവരെ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് തുടർന്നും ഈ രംഗത്ത് പ്രചോദനം നൽകുന്നതിനുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു മഹനീയമായ ചടങ്ങിന് ആണ് ഇന്നിവിടെ ഞങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ചെറപ്പുറത്ത് മുരളി, DCC ജനറൽ സെക്രട്ടറി അവിനാശ് ഗംഗൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. രഘുകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിഷ്ണു ചെക്കോടൻ, പ്രകാശ് ദീപിള്ള, DCC അംഗം ഗോപൻ ഭരണിക്കാവ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ഗോപൻ, മുൻ മെമ്പർ അമ്പിളിയൽ, UDF ഭരണിക്കാവ് മണ്ഡലം ചെയർമാൻ KR ഷൈജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുനിൽ പൊന്നാലയം, ബൂത്ത് പ്രസിഡന്റുമാരായ ജോബി ജോൺ, ജോൺ വർഗീസ്, ഓമനക്കുട്ടൻ, ദേവകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഒറ്റത്തെങ്കിൽ S. ഗോപാലകൃഷ്ണപിള്ള, മഞ്ഞാടിയിൽ ഗോപിനാഥക്കുറുപ്പ് എന്നിവരെ ആദരിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫസൽ നഗരൂരിനെ യോഗം അനുമോദിച്ചു. CDNet ന്യൂസ്, കറ്റാനം.